ഹായ് എവ്രിവൺ, വെൽക്കം ടു സിലബസ് അക്കാഡമി. നമ്മളിന്ന് ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ബയോളജിയുടെ ഫസ്റ്റ് ടോപ്പിക്കായ സെല്ലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെല്ലിന്റെ സ്ട്രക്ചർ, ഡിസ്കവറി, ഫങ്ഷൻസ്, ഡിഫറെന്റ് സെൽ ഓർഗനൽസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്നും കൂടി നമുക്ക് എല്ലാം റീകോൾ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, സെൽ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഏതൊരു ഓർഗാനിസം എടുത്താലും മൊത്തത്തിൽ എന്താണ് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫറെന്റ് സെൽസ് കൂടി ചേർന്നിട്ടാണ് ആ ഓർഗാനിസം ഫോം ചെയ്തിരിക്കുന്നതും ആ ഓർഗാനിസം ആ എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ സെല്ലിനെ നമുക്ക് എങ്ങനെ സിംപ്ലി ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഇസ് എ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം, അല്ലേ? ഇനി സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലാറ്റിൻ വേർഡായ സെല്ല എന്ന് പറയുന്ന വേർഡ് ടേമിൽ നിന്നാണ് സെൽ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിന്റെ അർത്ഥം സ്മോൾ റൂം എന്നുള്ളതാണ്, ആണല്ലോ. ഒരു ചെറിയൊരു റൂമിലാണ് കുറെ കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെൽ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാ ഓർഗാനിസംസും ഒരേപോലെ അല്ല. ചിലർക്ക് എൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരൊറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് അമീബ, പാരാമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത്. അവരെ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. മറ്റു ചില ഓർഗാനിസംസോ എൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഒരുപാട് സെൽസ് കൂടിയതാണ്. അവരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇനി ബയോളജിയുടെ സെല്ലിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ സെൽ ബയോളജി എന്ന് പറയുന്നത്. സെല്ലിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? നമുക്കറിയാം ഒരു സെൽ എന്ന് പറയുന്നത് ഹാസ് ആൻ ഔട്ടർ കവറിംഗ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്, സൈറ്റോപ്ലാസം. ആ ഫ്ലൂയിഡ് പാർട്ടിലാണ് നമ്മളുടെ എല്ലാ സെൽ ഓർഗനൽസ് ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഇരിക്കുന്നത്. ഇതാണ് സെല്ലിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറയുമ്പോഴേക്കും ഉള്ള കാര്യങ്ങൾ. 1665 റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായിട്ട് സെൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും സെല്ലിനെ ഒബ്സർവ് ചെയ്തതും. അദ്ദേഹം കോർക്ക് സെക്ഷനിലായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ നടത്തിയത്. അദ്ദേഹം നോക്കിയപ്പോഴേക്കും എന്താണ് ചെറിയ റൂംസ് ആയിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം സെൽ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കോർക്ക് ക്യാമ്പിയത്തിൽ തന്നെ നോക്കിയത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് എ ഡെഡ് സെൽ. ഓക്കെ, അതിനുശേഷം 1674 ആന്റവോൺ ലീവൻ ഹുക്കാണ് ആദ്യത്തെ ലിവിങ് സെൽ ഒബ്സർവ് ചെയ്തത്. അദ്ദേഹം അതിനെ അനിമൽ ക്യൂൾസ് എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. സോ റോബർട്ട് ഹുക്ക് 1665 ഡെഡ് സെല്ലാണ് ഒബ്സർവ് ചെയ്തത്. അതിനുശേഷം ആദ്യത്തെ ലിവിങ് സെൽ ഒബ്സർവ് ചെയ്തത് ആന്റവോൺ ലോൺ ലിവൻ ഹുക്ക്. ഇനി അന്ന് തൊട്ടുള്ള ആ ഒരു മൈൽ സ്റ്റോൺ ആണ് അടുത്ത് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു സെല്ലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത്. 1831 റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. റോബർട്ട് ബ്രൗൺ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റോബർട്ട് ബ്രൗണിനെ കുറിച്ച്. അതിനുശേഷം സെൽ തിയറിയുടെ ഡെവലപ്മെന്റ് ആണ്. 1838 NJ സ്ലീഡൻ പറഞ്ഞു ഓൾ പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അതേപോലെ തന്നെ 1839 തിയോഡർ ഷ്വാൻ പറഞ്ഞു ഓൾ ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അതിനുശേഷം 1858 റുഡോൾഫ് വിർച്ചോ പറഞ്ഞു സെൽസ് ആർ ഡിവൈഡിങ് കണ്ടിന്യൂസ്ലി ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അങ്ങനെ ഇവരുടെ 3 പേരുടെ ഈ ഡിഫറെന്റ് കൺസെപ്റ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സെൽ തിയറി ആയിട്ട് പറയുന്നത്. അപ്പൊ സെൽ തിയറി എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാം. സെൽ തിയറിയിൽ 3 ഡിഫറെന്റ് പോയിന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിംഗ് തിങ്സ്. നമ്മൾ സെല്ലിനെ ഡിഫൈൻ ചെയ്ത് തന്നെയാണ്. സെക്കൻഡ് വൺ, ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ഷ്വാന്റെയും സ്ലീഡന്റെയും കൺസെപ്റ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റ് വന്നേക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ന്യൂ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഇതിനു വേണ്ടിയിട്ട് റുഡോൾഫ് വിർച്ചോ കോട്ട് ചെയ്തതാണ് ഓംനിസ് സെല്ലുലെ ഈ സെല്ലുലെ. ഇപ്പൊ ഈ കോട്ട് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത്, എന്താണ് ഇതുകൊണ്ട് അർത്ഥം ഉണ്ടാക്കുന്നത്, ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരാറുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളതാണ്. ഒന്ന് ഓർത്തു വെക്കാം, ഓംനിസ് സെല്ലുലെ ഈ സെല്ലുല. ഇനി സെല്ലിന്റെ
ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഒരു ഓർഗാനിസത്തിനെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ സഹായിക്കുന്നതാണ് സെൽസ് ആണ്. അങ്ങനെ നിലനിൽക്കാൻ സഹായിക്കുന്ന സെൽസ് ആണ്. സെല്ലിന്റെ ഫങ്ഷൻസിനെ നമുക്ക് മെയിൻലി മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ഡിഫൻസ്. ഒരു ഫോറിൻ പാർട്ടിക്കിളിൽ നിന്ന് എന്തോ ആവട്ടെ അതിൽ നിന്ന് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത് സെല്ലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്രട്ടറി ഫാക്ടേഴ്സും ആണ്. പിന്നെ സിന്തസിസ് ബയോമോളിക്യൂൾസ്. നമുക്കറിയാം, നമ്മുടെ ബോഡിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ്, ഹോർമോൺസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അതുപോലെ കോഫാക്ടേഴ്സ് എല്ലാം സിന്തസൈസ് ചെയ്യേണ്ട ആരാണ്? സെല്ലാണ്. റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എല്ലാ ഫുഡും നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ATPയുടെ ഫോമിലായിട്ട് കൺവേർഷൻ നടക്കുന്നത് സെല്ലിൽ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ്. നമ്മളുടെ ബോഡിയിൽ പല തരത്തിലുള്ള സെല്ലുണ്ട്. ഇപ്പോൾ സ്കിന്നിൽ കാണുന്ന സെല്ലല്ല ഹെയറിൽ കാണുന്നത്, അല്ലെങ്കിൽ ആ സെൽസ് അല്ല ഇന്റേണൽ ഓർഗൻസിൽ കാണുന്നത്. എല്ലാവരും സ്പെഷ്യലാണ്. ഈച്ച് വൺ പെർഫോം സ്പെഷ്യൽ ഫങ്ഷൻസ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നെർവ് സെൽ, ബ്ലഡ് സെല്ലിൽ തന്നെ RBC ഉണ്ട്, WBC ഉണ്ട്, ബോൺ സെൽസ്, ഓവം, സ്പേം, ഇതൊക്കെ എന്താണ്? ജേം സെൽസിൽ വരുന്നതാണ്. പിന്നെ ഓരോ ഇൻറ്റസ്റ്റൈൻ പോലെയുള്ള ഇന്റേണൽ ഓർഗൻസിനെ ലൈൻ ചെയ്യേണ്ടത് സ്പെഷ്യലൈസ് സെൽസ് ആണ്. അവർക്ക് അവരുടേതായ സീലിയ അതുപോലത്തെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഓക്കെ, ദെൻ അബൌട്ട് പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്താന്ന് നമ്മൾ സെൽ എന്താന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആ ഒരു ഫ്ലൂയിഡ് കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഈ സൈറ്റോപ്ലാസത്തിന് ന്യൂക്ലിയസിനെയും കൂടി ആഡ് ചെയ്ത് ഇൻക്ലൂഡിങ് സെൽ ഓർഗനൽസും കൂടി വരുമ്പോഴാണ് ഇത് പ്രോട്ടോപ്ലാസം. സോ വാട്ട് ഈസ് പ്രോട്ടോപ്ലാസം? Protoplasm constitutes everything inside the cell membrane. It includes the cytoplasm, nucleus, cell organelles. പർക്കിൻജിയാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത് ഇത് റിപ്പീറ്റഡ്ലി കണ്ടുവരുന്നതാണ് പർക്കിൻജി. ഒന്ന് ഓർത്തു വെച്ചേക്കാം. Then cytoplasm is the part of the protoplasm excluding the nucleus. It is also called cytosol. Cytoplasm എന്ന് പറയുന്ന ടേം വാസ് കോയിൻഡ് ബൈ റുഡോൾഫ് വോൺ പെർലിക്കർ. ഈ രണ്ട് ടേംസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം, ദെൻ പർക്കിൻജി. ഇത് കുറച്ച് കോമൺ ഫാക്ട് ആണ്, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. സ്മോളർ സെൽ, ലാർജർ സെൽ, അതൊക്കെയാണ്. നമുക്കൊന്ന് നോക്കാം. സ്മോളർ സെൽ എന്ന് പറയുന്നത് PPLO അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ആൻഡ് എക്സ്പാൻഷനും കൂടി ഓർത്തിരിക്കണം, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ലാർജർ സെൽ എന്ന് പറയുന്നത് ഓസ്ട്രിച്ച് എഗ് ആണ്. സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ എന്ന് പറയുന്നത് സ്പേം ആണ്. ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ എന്ന് പറയുന്നത് ഓവം ആണ്. സ്മോളസ്റ്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ലാർജസ്റ്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം അസെറ്റാബുലേറിയ. സ്മോളസ്റ്റ് ബാക്ടീരിയ അഗൈൻ PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ലാർജസ്റ്റ് ബാക്ടീരിയ ടയോമാർഗറിറ്റ മാഗ്നിഫിക്ക. ലോങ്ങസ്റ്റ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ ആണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ലൈഫ് സ്പാൻ കൂടുതലാണ്, അതുപോലെ തന്നെ റീജനറേറ്റീവ് കപ്പാസിറ്റി ഇല്ല. എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരികയാണെങ്കിൽ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. റീജനറേഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇൻക്ലൂഡിങ് PPLOയുടെ എക്സ്പാൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഡിഫറെന്റ് സെൽ ഓർഗനൽസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൽസ് ആണ് നമ്മൾ ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. സൈറ്റോപ്ലാസത്തിൽ ധാരാളം കാണുന്നുണ്ട്. എന്താണ് ഫംഗ്ഷൻ നോക്കാം. എനർജി പ്രൊഡക്ഷനും സ്റ്റോറേജിനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ATPയുടെ ഫാക്ടറിയാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ, ATP ഫാക്ടറി, അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയുടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ക്രോമസോം പോലെ തന്നെ അവർക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്രോമസോം ഉണ്ട്. അതിനെയാണ് നമ്മൾ മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുന്നത്. അതിന്റെ മെറ്റേണലി ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് പവർ ഹൗസ് ആണ്.
അതുകൊണ്ട് തന്നെ എനർജി കൂടുതൽ ആവശ്യമുള്ള ബ്രെയിൻ സെൽസ്, മസിൽ സെൽസ്, ലിവർ സെൽസിലാണ് മൈറ്റോകോൺട്രിയ കൂടുതൽ നമ്പർ കാണുന്നത്. RBCയിൽ ആബ്സെന്റ് ആണ്. For mitochondria is a membrane-bound organelle that helps in the production and storage of energy, hence known as powerhouse of the cell. It contains their own chromosomes, that is mitochondrial DNA, and are inherited from the mother. Abundant in the cells of liver, brain, and muscles where energy requirement is high, absent in human RBC. Then endoplasmic reticulum. Endoplasmic reticulum നമ്മൾ ന്യൂക്ലിയസിന് തൊട്ട് പുറകിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിനോട് ചേർന്ന് ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ടുള്ള മെംബ്രെയിൻ അല്ലെങ്കിൽ വെസിക്കിൾസ് ആയിട്ട് കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇതിന്റെ എൻലാർജ്ഡ് ഇമേജ് ആണ്. ഇത് കൂടുതലും ഈ ഒരു സ്ട്രക്ചറിലാണ് കാണുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഇമേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലതിൽ ഈ പറയുന്ന പോലെ ഒരു റൗണ്ട് സ്ട്രക്ചറും കാണാം. അത് റൈബോസോംസ് ആണ്. ഇങ്ങനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് അറ്റാച്ച് ചെയ്ത റൈബോസോംസ് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും, അല്ലാതെ ഫ്രീ ആയിട്ട് റൈബോസോംസ് ഇല്ലാതെ വിത്തൗട്ട് റൈബോസോംസ് ആണ് കാണുന്നതെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുന്നത്. ഇനി റൈബോസോംസിന്റെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻസൈംസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് അതിൻ്റെയൊക്കെ സിന്തസിസിനും മോഡിഫിക്കേഷനും ട്രാൻസ്പോർട്ടിനൊക്കെ അവർ സഹായിക്കുന്നുണ്ട്. ഇവര് അതുപോലെ തന്നെ ഒരു സൈറ്റോസ്കെൽറ്റൻ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സെല്ലിന് ആ ഒരു ഫേംനെസ്സും ഷേപ്പും നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ സ്ട്രക്ചറൽ പ്രത്യേകത തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. അപ്പോൾ സെല്ലിന്റെ ഉള്ളിൽ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ നിലനിർത്താനും സെല്ലിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Endoplasmic reticulum forms a continuous network of membrane enclosed tubules and sacs, part of transport system in eukaryotic cell, and also helps in the synthesis, modification, folding, and transport of proteins, also called the cytoskeleton of the cell. അടുത്ത റൈബോസോംസ് ആണ്. നമുക്കറിയാം റൈബോസോംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫാക്ടറി ആണ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോംസിലാണ്. റൈബോസോംസ് എന്ന് പറയുന്നത് എന്താണ്? RNA ആൻഡ് പ്രോട്ടീൻസും കൂടി കമ്പൈൻ ചെയ്ത ഓർഗനൽസ് ആണ് റൈബോസോംസ് എന്ന് വിളിക്കുന്നത്. മെയിൻലി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്താണ് കാണുന്നത്. ദാറ്റ് ഇസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടും കാണാറുണ്ട്. പിന്നെ റൈബോസോംസ് മെയിൻലി 2 തരത്തിലാണുള്ളത്. അതിന്റെ സൈസിനെ വെച്ച് നോക്കുമ്പോഴേക്കും 80S റൈബോസോംസ് ആൻഡ് 70S റൈബോസോം. 70S റൈബോസോം പ്രൊക്യാരിയോട്ടിക്, അതായത് ബാക്ടീരിയയിൽ കാണുന്നതാണ് 70S റൈബോസോം എന്ന് വിളിക്കുന്നത്. അതിന് 2 സബ് യൂണിറ്റ് ആണ് വന്നത്. ലാർജർ സബ് യൂണിറ്റ് 50Sഉം സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 30Sഉം ആയിരിക്കും. യൂക്കാരിയോട്ടിൽ കാണുന്നത് 80S റൈബോസോംസ് ആണ്. 60 and 40S സബ് യൂണിറ്റ്സ് ആണ് അവർക്ക് വരുന്നത്. പ്രൊക്യാരിയോട്ടിക് 70Sഉം യൂക്കാരിയോട്ടിൽ 80S റൈബോസോംസ് ആണ് കാണുന്നത്. ഈ എസ് എന്ന് പറയുന്നത് സുഡ്ബർഗ് യൂണിറ്റ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇപ്പൊ റൈബോസോംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫാക്ടറി. പിന്നെ അടുത്തത് വാക്യൂൾ ആണ്. വാക്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ എന്താണ്? ഇതൊരു പ്ലാന്റ് സെല്ലാണ്. ഒരു പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 30% വാക്യൂൾ ആണ് അതിനകത്ത് കാണുന്നത്. ഇത്ര ലാർജ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും പ്ലാന്റ് സെല്ല്. നല്ല എവിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് സെൽസിൽ വാക്യൂള് കാണാൻ സാധിക്കും. ഇനി വാക്യൂളിന്റെ ഔട്ടർ കവറിങ്ങിനെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ടോണോപ്ലാസ്റ്റ്, ആ പേരൊന്ന് ഓർത്തു വെച്ചേക്കുക. വാക്യൂളിന്റെ കവറിംഗ് ആണ് ടോണോപ്ലാസ്റ്റ്. വാക്യൂൾ മെയിൻലി എന്തിനാ സഹായിക്കുന്നത്? വാട്ടർ ബാലൻസിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ സോൾട്ട്, വാട്ടർ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സിന്റെ ഒക്കെ സ്റ്റോറേജിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്ലാന്റ് സെൽസിൽ സെല്ലിന്റെ ആ ഒരു ഫേംനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും, ഇത്ര ഹ്യൂജ് ഏരിയ അത് ഒക്യുപ്പൈ ചെയ്യാനുണ്ട്, അതിനും കൂടി ഫേംനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി വാക്യൂള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആള് ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സ് കെമിലോ ഗോൾജി ആണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഗോൾജി അപ്പാരറ്റസ് എന്നും ഗോൾജി ബോഡീസ് എന്നും സിംപ്ലി ഗോൾജി എന്നും നമ്മളവരെ വിളിക്കാറുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ
ഡിഫറെന്റ് മോർഫോളജി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് സ്റ്റാക്ക് ചെയ്തിട്ടുള്ള, അതായത് അടുക്കി അടുക്കി വെച്ചേക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ ചെറിയ വെസിക്കിൾസ് ആയിട്ട് അവർ കാണുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗോൾജി കോംപ്ലക്സിന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല തരത്തിലുള്ള മോർഫോളജി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഇവിടെ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻസിന്റെയും ലിപ്പിഡ് മോളിക്യൂൾസിന്റെയും പ്രോസസ്സിനും പാക്കേജിങ്ങിനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്രട്ടറി സെൽസ് ആയ ഗ്ലാൻഡുലാർ സെൽസിലാണ് കൂടുതലും ഗോൾജി ബോഡീസ് അബണ്ടന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഗോൾജി കോംപ്ലക്സും ഈ പറയുന്ന പോലെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. കണ്ടുപിടിച്ചത് കമീലോ ഗോൾജി. ഈ അദ്ദേഹത്തിന്റെ പേരുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ്ലി കാണാറുണ്ട്. അടുത്ത ലൈസോസോംസ് ആൻഡ് സെൻട്രോസോംസ്. ലൈസോസോംസ് എന്ന് പറയുമ്പോഴേക്കും ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉള്ള ആ ഒരു ഓർഗനലാണ് എന്ത് ലൈസോസോംസ് എന്ന് വിളിക്കുന്നത്. ഇവര് സെല്ലിനെ ഓട്ടോഫാജി, അതായത് എന്തെങ്കിലും നമ്മളുടെ സെൽ ഡിക്രീസ്, ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ്, നോൺ ഫങ്ഷണൽ പ്രോട്ടീൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓട്ടോഫാജി എന്ന് പറയുന്നത്. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ക്യാരി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിന് സൂയിസൈഡൽ ബാഗ്സ് ഓഫ് ദി സെൽ എന്നാണ് ലൈസോസോംസിനെ പറയുന്നത്. ഇനി ലൈസോസോം എന്ന് പറയുന്നത് അനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ഒരു സെൽ ഓർഗനലാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കുക, ലൈസോസോം, സൂയിസൈഡൽ ബാഗ്സ്. അടുത്ത സെൻട്രോസോംസ് ആണ്. സെൽ ഡിവിഷൻ പഠിക്കുമ്പോഴേക്കും നമ്മൾ സെൻട്രോസോംസിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സെൻട്രോസോംസ് സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഓർഗനലാണ് സെൻട്രോസോംസ് എന്ന് പറയുന്നത്. ഇതും അനിമൽ സെല്ലിൽ മാത്രം സ്പെസിഫിക്കലി കാണുന്ന ഒരു സെൽ ഓർഗനലാണ്. ഓക്കെ, ദെൻ പ്ലാസ്റ്റിഡ്സ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്ലാന്റ് സെൽസിലും അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സെൽസിൽ കാണുന്ന ഒരു ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഫങ്ഷൻസ് ആയ ഫോട്ടോസിന്തസിസ്, അതിന്റെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റബോളൈറ്റ്സ് ആൻഡ് സ്റ്റോറേജ്, അതിനു വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ പ്ലാസ്റ്റിഡ്സിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്: ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. അങ്ങനെ 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് നമുക്ക് ഉള്ളത്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് കളേർഡ് ആണ്. അതിൽ മെയിൻലി സാന്തോഫിൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറാണ് വരുന്നത്. കെരോട്ടിൻ നമുക്കറിയാം, ഓറഞ്ചിഷ് യെല്ലോ കളർ. ആന്തോസയാനിൻ എന്ന് പറയുന്നത് റെഡ് പർപ്പിൾ, ആ ഒരു കളറാണ് വരുന്നത്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് കളർ ഒന്നുമില്ല, പക്ഷെ ഒരു സ്റ്റോറേജ് ആണ്. നമ്മുടെ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് അതുപോലത്തെ ഏത് ഫോമിലാണോ ഒരു പ്ലാന്റ് സ്റ്റോർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ്, വി നോ ദാറ്റ് possess the green pigment chlorophyll. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോഫിൽ. ഓക്കെ, ഇപ്പൊ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പിഗ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോറേജിനാണ് സഹായിക്കുന്നത്. ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് പ്ലാന്റ്സിൽ ആൻഡ് ആൽഗയിലാണ് പ്ലാസ്റ്റിഡ്സ് കാണുന്നത്. ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്. ഇതിൽ ലൂക്കോപ്ലാസ്റ്റ് ആണ് സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർഗനലായ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ കൺട്രോളിംഗ് ഓർ ദ റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെല്ലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നമ്മൾ സെല്ലിനെ കുറിച്ച് പറഞ്ഞ പോലെ സെല്ലിനൊരു external covering, we have the cell membrane. Similarly, നമ്മളുടെ സൈറ്റോപ്ലാസത്തെയും ന്യൂക്ലിയസിനെയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡബിൾ ലെയർഡ് സ്ട്രക്ചർ ആണ്. അതെന്താ ചെയ്യുന്നത്? സൈറ്റോപ്ലാസത്തെയും ന്യൂക്ലിയസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ തന്നെ ന്യൂക്ലിയർ പോർ ഉണ്ട്. ഇതാണ് ചെറിയ ചെറിയ പോർസ് ഉണ്ട്. ഈ പോർസ് വഴിയിട്ടാണ് സെൽ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ പോർസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻ ആൻഡ് ഔട്ട് കൺട്രോൾഡ് ആണ്. സെലക്റ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസ് മെറ്റീരിയൽസ് മാത്രമേ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുള്ളൂ. ഇപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ഓക്കെ,
ഇനി അടുത്തത് സൈറ്റോപ്ലാസം പോലെ ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയോപ്ലാസത്തിന്റെ അകത്താണ് ന്യൂക്ലിയോലസും ക്രൊമാറ്റിൻ റെറ്റിക്കുലവും കാണുന്നത്. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് സ്പിരിക്കൽ ബോഡീസ് ആണ്. അവർ മെയിൻലി റൈബോസോം സിന്തസിസിനാണ് സഹായിക്കുന്നത്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ക്രോമസോംസ് തന്നെയാണ്. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കോയിൽഡ് ആയിട്ട് കാണുന്ന ക്രോമസോംസിനെയാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. നമ്മൾ എക്സാക്ട്ലി ക്രോമസോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഓർമ്മ വരുന്നത്. ആ ഒരു സ്ട്രക്ചർ സെൽ ഡിവിഷന്റെ ടൈമിൽ മാത്രമേ വിസിബിൾ ആവുള്ളൂ. അല്ലാത്തപ്പോൾ ഈ പറയുന്ന പോലെ കോയിൽഡ് ആയിട്ടുള്ള കോമ്പാക്ട് സ്ട്രക്ചർ ആയ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആയിട്ടായിരിക്കും അവർ കാണപ്പെടുന്നത്. ഇതിനകത്താണ് നമ്മളുടെ ജീൻസ് അല്ലെങ്കിൽ DNA ക്യാരി ചെയ്തേക്കുന്നത്. So, nuclear membrane, it is the double-layered membrane that covers the nucleus. Then the nuclear membrane has nuclear pore. They help in the conduction of materials to and from the nucleus. They are selectively permeable ആക്കുന്നത് nuclear pore ആണ്. Then nucleoplasm, the fluid part of the nucleus which contains the nucleolus and the chromatin reticulum. Nucleolus are the spherical bodies that play a major role in the synthesis of ribosomes. Chromatin reticulum are seen as a network in the nucleoplasm. They carry genes. Okay. ഈ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ ഓർത്ത് വെക്കണം. എന്തുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിബിൾ ആക്കുന്നത്? ന്യൂക്ലിയർ പോർ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻ ആൻഡ് ഔട്ട് ട്രാൻസ്പോർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ എന്താന്ന് പഠിച്ചു. ഡിസ്കവറി, ഫങ്ഷൻസ്, ഡിഫറെന്റ് സെൽ ഓർഗനൽസ് ഒക്കെ പഠിച്ചു. നമുക്കറിയാം പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും നമ്മൾ പറയുമ്പോൾ രണ്ടായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വന്നുകൊണ്ടാണല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇമേജിൽ നിന്ന് തന്നെ നമുക്ക് കുറെ ഡിഫറൻസുകൾ നോക്കാം. പ്ലാന്റ് സെല്ലിന്റെ തന്നെ സ്ട്രക്ചർ തന്നെ നോക്കിക്കേ. ഈ സ്ട്രക്ചർ തന്നെ ഒരു പോളിഗണൽ ഷേപ്പാണ്. മെയിൻലി ഈ പറയുന്ന ഒരു ഹെക്സഗൺ ആയിട്ടോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിട്ടോ ആണ് നമ്മൾ വരക്കുന്നത്. നമ്മുടെ റെക്കോർഡിലൊക്കെ ആ ഒരു ഷേപ്പാണ് നമ്മൾ വരച്ചു പോയേക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ നോക്കി ഒരു എക്സ്ട്രാ തിക്കനിങ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് സെൽ വാൾ. ഈ സെൽ വാളാണ് പ്ലാന്റ് സെല്ലിന് എക്സ്ട്രാ സപ്പോർട്ടും റിജിഡിറ്റിയും സ്ട്രെങ്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽ വാളിൽ മെയിൻലി സെല്ലുലോസ്, പെക്റ്റിൻ, ഹെമി സെല്ലുലോസ് ഈ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അനിമൽ സെല്ല് നോക്കിക്കേ, ഈ പറയുന്ന ഒരു എക്സ്ട്രാ തിക്കനിങ് ഒന്നും അനിമൽ സെല്ലിനില്ല. സോ സെൽ വാള് അനിമൽസിന്റെ കേസിൽ ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെയിൻലി റൗണ്ട് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും അനിമൽ സെല്ല് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന അടുത്ത സ്ട്രക്ചറാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ഒരു പ്ലാന്റ് സെല്ലിനെ നോക്കിക്കഴിഞ്ഞാൽ വാക്യൂൾ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു 30% പ്ലാന്റ് സെല്ലിലും ഈ പറയുന്ന ഒക്യുപ്പൈ ചെയ്യുന്നത് വാക്യൂൾ ആണ്. നേരെ മറിച്ച് ഒരു അനിമൽ സെല്ലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്യൂൾ സ്മോൾ ആയിരിക്കും. അത്ര ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ അനിമൽ സെല്ലിൽ വാക്യൂളിന് ഇല്ല. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ്, അമൈലോപ്ലാസ്റ്റ് ഉണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ പൊസിഷൻ. ഒന്ന്, ഈ വാക്യൂൾ ഇത്ര വലുതായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ന്യൂക്ലിയസിന്റെ പൊസിഷൻ ഒന്ന് സൈഡിലേക്ക് പോയേക്കുന്നത്. പക്ഷെ അനിമൽ സെല്ല് വരുമ്പോഴേക്ക് ഏകദേശം സെന്റർ പൊസിഷനിലാണ് ന്യൂക്ലിയസ് വന്നേക്കുന്നത്. ഇവിടെ അനിമൽ സെല്ല് നമുക്ക് സെൻട്രിയോൾസ് കാണാം, മൈക്രോട്യൂബ്യൂൾസ് കാണാം. ഇതൊക്കെ എന്തിനാണ്? ഡിവിഷന് വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. Plant cell and animal cell difference ആണ് പറയുന്നത്. Presence of cell wall is present in plant cell and in animal cell wall is absent. Plant cell mostly rectangular or square shaped. Animal cell irregular or round shape ആയിരിക്കും. Nucleus is placed at the side of the cell in plants and in animals it occupies the center of the cell. Lysosome and centrosomes are absent in plants but are present in animal cell. Plastids are present in animal cell, which are absent in, plastids are present in plant cell and are absent in animal cell. Vacuoles are large in plant cell,
മോസ്റ്റ്ലി സ്മോൾ ഓർ ആബ്സെന്റ്. ആബ്സെന്റ് ആവാറില്ല, സ്മോൾ ആയിരിക്കും അനിമൽ സെല്ലിൽ. സീലിയ ആർ ആബ്സെന്റ് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെൽസിൽ സീലിയ ഇല്ല, പക്ഷെ അനിമൽ സെൽസ് നോക്കിക്കഴിഞ്ഞാൽ സീലിയ ഉണ്ട്. സപ്പോസ് നമ്മുടെ ഇൻഡസ്ട്രൈനിലും റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ യൂറിനറി ട്രാക്റ്റിലൊക്കെ ലൈൻ ചെയ്യുന്ന സെൽസ് നോക്കിക്കഴിഞ്ഞാൽ സീലിയ ഉണ്ടാവും. ഓക്കെ, അതുപോലെ പല സെൽസിനും സീലിയ ഉണ്ട്. മൈറ്റോകോൺട്രിയ ഫ്യൂ ഇൻ നമ്പർ, ന്യൂമറസ് മൈറ്റോകോൺട്രിയ പ്രസന്റ് ഇൻ അനിമൽ സെൽ. അനിമൽ സെല്ലിലെ മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടുതലായിരിക്കും. സോ ഇത്രയാണ് സെല്ലിനെ കുറിച്ചൊരു കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത്തരം പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഓർഗാനിസത്തിനെ രണ്ടായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ സെല്ലിനെ തന്നെ നമ്മൾ രണ്ടായിട്ടാണ് പറയുന്നത്, പ്രോക്യാരിയോട്ടിക് സെൽ ആൻഡ് യൂക്യാരിയോട്ടിക് സെൽ. ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. പ്രോ മീൻസ് പ്രിമിറ്റീവ്, അല്ലെ? ഒരു പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിന് നമ്മൾ പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നു. യുക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ന്യൂക്ലിയ ആയിരിക്കും. ഓർഗാനിസത്തിന് യുക്യാരിയോട്സ് എന്ന് പറയും. എന്താണ് ഈ പ്രിമിറ്റീവ് എന്നും ട്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു സെല്ലിന് എടുത്തു കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിനകത്ത് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. അവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. യുക്യാരിയോട്ടിക് സെൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റിങ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയർ മെംബ്രെയിനിലാണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്തേക്കുന്നത്. പക്ഷെ പ്രോക്യാരിയോട്ടിക് സെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് നമുക്ക് കാണാൻ സാധിക്കില്ല. ആ സൈറ്റോപ്ലാസത്തിൽ തന്നെ എവിടെയെങ്കിലും ആയിട്ട് കോയിൽഡ് ആയിട്ട് ന്യൂക്ലിയോലസുമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളുടെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കാണാൻ പറ്റും. ഓക്കെ, അതാണ് മേജർ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. So prokaryotic cell are primitive possess primitive nucleus. They do not possess membrane-bound cell organelles such as nucleus. And also most of the cell organelles are absent, except ribosomes. Protein synthesis nalla ribosomes മാത്രമേ prokaryotic cellil ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ organellesഉം absent ആയിരിക്കും. Example, bacteria, cyanobacteria, mycoplasma. Eukaryotic cellil നോക്കിക്കഴിഞ്ഞാലോ possess true nucleus and distinct nucleus enclosed by nuclear membrane. Double membrane ആയിട്ടുള്ള nuclear membrane ഉണ്ട് നമുക്ക്. All cell organelles are present. Example, amoeba, plants, animals. Okay. ഇനി ഇത്തരം കാര്യങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് MCQ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. First question, the longest cell in the human body. Muscle cell, nerve cell, bone cell, gland cell. നമുക്കറിയാം, they are the nerve cell. Cell theory is not applicable to algae, fungi, virus, plants. വൈറസിന് സെൽ തിയറി ആപ്ലിക്കബിൾ അല്ല. എന്തുകൊണ്ടാണ്? വൈറസ് തന്നെ നമുക്ക് ലിവിങ് ഓർഗാനിസത്തിനെ തന്നെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു പർട്ടിക്കുലർ ഡിഫറെന്റ് ക്യാരക്ടറാണ് വൈറസ് പോസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൽ തിയറി ആപ്ലിക്കബിൾ അല്ല. Then who is the father of cell biology? George N. Papanicolaou, Robert Hooke, George Emil Pallade, none of this. C ആണ് ഓപ്ഷൻ വരുന്നത്. ജോർജ് എമിൽ പല്ലഡെ ആണ് നമ്മളുടെ സെൽ ബയോളജിയുടെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. In which of the following cell nucleus is not present? ഏതിലാണ് സെൽ ന്യൂക്ലിയസ് ഇല്ലാത്തത്? നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്താണ്. പ്രോക്യാരിയോട്സിനാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെൽ ന്യൂക്ലിയസ് ഇല്ലാത്തത്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? we should have a nuclear membrane within that nucleoplasm, everything. എങ്കിൽ മാത്രമേ നമുക്കൊരു ന്യൂക്ലിയസ് എന്നതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കോയിൽഡ് ആയിട്ട് സെല്ലിന്റെ ഉള്ളിൽ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രോക്യാരിയോട്സിൽ. ഓക്കെ. Then question number 5. Which of the following cell organelles is known as the suicidal bag of the cell? Golgi, lysosomes, mitochondria, vacuoles. ആൻസർ ഏതാണ്? ലൈസോസോംസ് ആണ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ ആയിട്ട് പറയുന്നത്. The cell organelle which is present in the plant cell and is absent in animal cell is vacuole, cytoplasm, cell wall, mitochondria. Cell wall ആണ് plant cell കാണപ്പെടുന്നത്. Which of the following cell organelle does not contain DNA? Mitochondria, lysosomes, chloroplast, nucleus. ലൈസോസോംസ് ആണ് മൈറ്റോകോൺട്രിയയ്ക്കും ക്ലോറോപ്ലാസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് യൂണിക് DNA ഉണ്ട്. അവര് രണ്ടും മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ് ഫോളോ ചെയ്യുന്നത്.
Which of the following statement is true about cell wall? The cell wall is mainly composed of lipid. The cell wall is mainly composed of starch. The cell wall is mainly composed of protein. The cell wall is mainly composed of cellulose. നമ്മൾ പറഞ്ഞായിരുന്നു സെൽ വാള് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ ഈ വക കമ്പോണൻസ് വെച്ചിട്ടാണ് മെയിൻലി ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.